നമസ്തേ. കണ്ണന്റെ ശീവേലി സമയത്ത് അധികാരത്തിന്റെ അംശവടിയുമായി മുന്നിൽ നീങ്ങുന്ന ഒരാളുണ്ട്. കോയ്മ എന്നാണ് സ്ഥാനപ്പേര്. പണ്ടുകാലത്ത് കോയ്മ സൂപ്രണ്ട് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. കണ്ണന്റെ നിത്യനിദാന ചടങ്ങുകൾ മേൽക്കോയ്മയോടെ നിയന്ത്രിക്കുന്ന ചുമതലയാണ് ഇത്. മറ്റൊരു ക്ഷേത്രത്തിലും അത്ര കേട്ടിട്ടില്ലാത്ത ഒരു പൗരാണിക തസ്തിക. സാമൂതിരിപ്പാട് ഏൽപ്പിച്ചു പോയ അധികാരദണ്ഡിന് ഗുരുവായൂരിൽ ഇന്നും പ്രസക്തിയേറെയാണ്. അറ്റത്ത് മണിയും ഇടഭാഗങ്ങളിൽ വെള്ളിയും കെട്ടി അലങ്കരിച്ച കനമുള്ള ചൂരലാണ് ഇത്. ശിവേലി സമയത്ത് മേൽശാന്തി ഹവിസ് തൂവി പുറത്ത് വരുമ്പോൾ ഒപ്പം അധികാരദണ്ഡുമായി കോയ്മ ഉണ്ടാകും. മേൽശാന്തിക്ക് സുരക്ഷയൊരുക്കലാണ് അവരുടെ ധർമ്മം. ക്ഷേത്ര ചടങ്ങുകൾ സമയക്രമം അനുസരിച്ച് നടക്കുന്നു എന്ന് ഉറപ്പാക്കുകയും അശുദ്ധി വരാതെ സംരക്ഷിക്കുകയുമാണ് കോയ്മയുടെ പ്രധാന ചുമതല. വെളുപ്പിന് 2 മണിക്ക് ക്ഷേത്രത്തിലെത്തണം. നിർമാല്യത്തിന് നേരമായാൽ സോപാനപ്പടിക്ക് താഴെ നിന്ന് മണിയടിക്കണം. എങ്കിലേ മേൽശാന്തി ശ്രീലക്കവാതിൽ തുറക്കുകയുള്ളൂ. പണ്ടൊക്കെ നട തുറക്കാം എന്ന് ഉറക്കെ പറഞ്ഞ് അനുവാദം കൊടുക്കുകയായിരുന്നു പതിവ്. ഇന്നത് ഹരേ എന്ന നാമം ചൊല്ലുകയാണ്. നിർമ്മാല്യത്തിനായി വലിയ നാഴികമണി 3 അടിക്കാനും കിഴക്കേ ഗോപുരവാതിൽ ഭക്തർക്ക് തുറന്നു കൊടുക്കുവാനും കോയ്മയുടെ ആംഗ്യമോ അറിയിപ്പോ കിട്ടണം. രാവിലെയും ഉച്ചതിരിഞ്ഞുമുള്ള ശീവേലി പ്രദക്ഷിണം കഴിഞ്ഞ് സ്വർണത്തിടമ്പുമായി കീഴ്ശാന്തി ആനപ്പുറത്തു നിന്ന് ഇറങ്ങി വരുമ്പോഴും കോയ്മയുടെ പങ്ക് പ്രധാനമാണ്. എഴുന്നള്ളിക്കാം എന്ന് പറഞ്ഞാലേ സ്വർണത്തിടമ്പ് ശ്രീലകത്തേക്ക് കൊണ്ടുപോകുകയുള്ളൂ. ഗുരുവായൂരിൽ 2 വിഭാഗം കോയ്മമാരാണ് ഉള്ളത്. അകം കോയ്മയും പുറം കോയ്മയും. ക്ഷേത്രത്തിനകത്തെ കാര്യങ്ങളൊക്കെ അകം കോയ്മയ്ക്കാണ്. കണ്ണന്റെ നിവേദ്യങ്ങളുടെയും മറ്റ് നിത്യനിദാന കാര്യങ്ങളുടെയും കണക്ക് പുസ്തകം കോയ്മയുടെ കയ്യിൽ ഉണ്ടാകണം എന്നാണ് പറയപ്പെടുന്നത്. അകം കോയ്മയായി 2 പേരുണ്ട്. ചോറൂണ്, കല്യാണം, വാഹനപൂജ എന്നിവ നിർവഹിക്കാനുള്ള കോയ്മമാരായി 10ഓളം പേരും ഉണ്ടാകും. എന്തായാലും ഈ ഒരു അറിവ് നിങ്ങൾക്ക് പുതിയതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഏതൊരു ക്ഷേത്രത്തിലും ഇല്ലാത്ത പോലുള്ള ഒരു സ്ഥാന പേരാണിത്. അത്തരത്തിലുള്ള ഒരു ചടങ്ങാണ് നമ്മുടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.